friends, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണക്കിലെ ഒരു ട്രിക്ക് ആണ്. അപ്പോൾ കണക്കിലെ ഇങ്ങനത്തെ ട്രിക്സിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആവുന്നു എന്നറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഇതുപോലുള്ള സംഖ്യകളാണ്. അതായത് 50 സ്ക്വയർ പ്ലസ് 51 സ്ക്വയർ, 10 സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ, 25 സ്ക്വയർ പ്ലസ് 26 സ്ക്വയർ. അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. ഓക്കെ, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ സ്ക്വയറിന്റെ തുക. ഓക്കെ, രണ്ട് സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ. 50ന്റെ സ്ക്വയർ പ്ലസ് 51ന്റെ സ്ക്വയർ. ഇങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം 50 സ്ക്വയർ പ്ലസ് 51 സ്ക്വയർ ആണ്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ 50ഉം 51ഉം കൂടെ കൂട്ടുക. ആദ്യത്തേത് ഞാൻ സ്റ്റെപ്പ് എഴുതി ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 50 പ്ലസ് 51 എഴുതാം. 50ഉം 51ഉം കൂടെ കൂട്ടി എത്രയാ? 50 50 100, ഒന്നും കൂടി ഉണ്ട്, അപ്പോൾ 101. അത് ആദ്യം ചെയ്തു. ഇനി എന്ത് ചെയ്യാന്നറിയോ? ഈ 101നെ ഇൻറ്റു ചെയ്യാം. എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യാം? ആദ്യം കിടക്കുന്ന 50 കൊണ്ട്. 101നെ ആദ്യം കിടക്കുന്ന 50 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 100ഉം 50ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 50 × 100 5000. പിന്നെ 1 × 50, 5000ഉം 50ഉം കൂടെ കൂട്ടുമ്പോൾ 5050 ചെയ്തു. ഓക്കെ, ഇനി ഈ 5050നെ പ്ലസ് ചെയ്യുക. എന്തും കൊണ്ട്? രണ്ടാമത് കിടക്കുന്ന 51 കൊണ്ട്. ഓക്കെ ആണല്ലോ, കഴിഞ്ഞു, നമ്മുടെ ആൻസറായി. ഇതിപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് വളരെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 5050ഉം 51 എത്രയാണ്? ഇവിടെ തന്നെ കൂട്ടാം. 1 5 5 10 0 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 51,001. ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 50 സ്ക്വയർ പ്ലസ് 51 സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ രണ്ട് സംഖ്യയും തമ്മിൽ കൂട്ടാം. 50ഉം 51ഉം തമ്മിൽ കൂട്ടി 101 എന്ന് കിട്ടി. ഇനി ആ കിട്ടിയ സംഖ്യയെ ആദ്യത്തെ സംഖ്യ 50 കൊണ്ട് ഗുണിക്കുക. ആ കിട്ടിയതിനെ രണ്ടാമത്തെ 51 കൊണ്ട് കൂട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 51 കൊണ്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സംഖ്യ കൊണ്ട് എപ്പോഴും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അത് ആലോചിച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ സംഖ്യയെ തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും ഇതും തമ്മിൽ കൂട്ടി. ദെൻ കിട്ടിയ ഉത്തരത്തെ 50 കൊണ്ട് ഗുണിച്ചു. കിട്ടിയ ഉത്തരത്തെ വീണ്ടും 51 കൊണ്ട് കൂട്ടി. ഈസി ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 51,001 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത രണ്ട് നമ്പേഴ്സ് നോക്കാം. അടുത്തത് നോക്കുക, 20 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ. 20 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ. ആദ്യം എന്ത് ചെയ്യണം? രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടണം അല്ലേ. അപ്പോൾ 20 പ്ലസ് 21 ചെയ്യാം. 20ഉം 21ഉം കൂടെ കൂട്ടി എത്രയാണ്? 41 ആണ്. ഇനി ഈ 41നെ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പർ കൊണ്ട് ഗുണിക്കുക. 41 × 20 ചെയ്യുക. 41 × 20 എത്രയാണ്? 41 × 2 1 2 2 4 2 8. ഇപ്പോൾ ഇവിടെ ഒരു 0 കൂടിയുണ്ട്, ആ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 820 എന്ന് കിട്ടി. ഇനി ആ 820നെ എന്ത് നമ്മൾ ചെയ്യണം? അടുത്ത നമ്പർ, അതായത് 21 കൊണ്ട് കൂട്ടുക. അപ്പോൾ 820ഉം 21 എത്രയാണ്? 841 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 20 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ എന്ന് പറയുന്നത് 841 ആണ്. ആദ്യം രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. കൂട്ടി കിട്ടിയതിനെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുക. കിട്ടിയതിനെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 841. ഓക്കെ, ഒരു നമ്പറും കൂടെ നോക്കാം. അടുത്തത് നോക്കുക, 12 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ. അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സിന്റെ വർഗ്ഗങ്ങളുടെ തുകയാണ് അല്ലേ. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക അല്ലേ. 12 പ്ലസ് 13 ചെയ്യുക. എത്രയാണ്? 25. ഇനി കൂട്ടി കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുക. 25 × 12. 25 × 10 എത്രയാണ്? 250 പ്ലസ് 25 × 2 എത്രയാണ്? 50. അപ്പോൾ 300 എന്ന് കിട്ടി. ഓക്കെ, ഇനി ആ കിട്ടിയ 300നെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യുക ഈ രണ്ടാമത്തെ നമ്പർ കൊണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 300ഉം 13ഉം 313 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ എത്രയാണ്? 313. വളരെ ഈസി അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? രണ്ട് നമ്പേഴ്സ് തമ്മിൽ, അതായത് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക.
കൂട്ടി കിട്ടിയതിനെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുക, കിട്ടിയ ഉത്തരത്തെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് കൂട്ടുക. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 313. ഓക്കെ ആണല്ലോ? വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് തരാം. 18 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ, ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്